നമസ്കാരം. താനിസ് പി എസ് സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പരീക്ഷകൾ 2024 ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒന്ന് വുമൻ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ, അതുപോലെ തന്നെ വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെയുമാണ്. 25/2024, 20/2023 നമ്മളിവിടെ സൊല്യൂഷൻ നോക്കുന്നത്, അതിൻ്റെ ആൻസേഴ്സ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോഴത്തേക്കും കഴിഞ്ഞ LDCക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ഒന്ന് റെഫർ ചെയ്താൽ ഇനി വരാൻ പോകുന്ന LDCക്ക് നമുക്ക് ഒരു 1-2 മാർക്ക് അല്ലെങ്കിൽ ഒരു 3 മാർക്കെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ഒന്നും വിട്ടുകളയണ്ട അല്ലേ. അതുകൊണ്ട് തന്നെ കഴിവതും ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്തിട്ട് പോവുക, നോക്കിയിട്ട് പോവുക, ജസ്റ്റ് ഓടിച്ച് വായിച്ച് പോവുക. ഒന്ന് ക്ലിക്ക് ചെയ്യാത്ത ഭാഗങ്ങൾ വീണ്ടും ഒന്ന് ഏറി ഏതാണെന്ന് നോക്കി വെച്ചിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഓക്കെ, ഇതിൻ്റെ കൂടെ കറണ്ട് അഫെയർസും നമുക്കിതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻസ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ് ചോദിച്ചേക്കുന്നത്? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ. ഇവിടുത്തെ ആൻസർ വരുന്നത് 1ഉം 2ഉം തെറ്റായ പ്രസ്താവനകൾ അല്ലേ. ഞാനത് വായിക്കുന്നില്ല. ആൻസർ ബാക്കി നമുക്ക് ശരിയായി നോക്കി വെക്കാം. ഒന്ന്, ബീഹാറിലെ അറയിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബീഹാറിൽ വിപ്ലവം നയിച്ചത് കുൻവർ സിംഗ് ആണ്. ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ബീഹാറിൽ കുൻവർ സിംഗ് ആണ്, ബറേലിയിൽ വിപ്ലവം നയിച്ചത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാനാണ്. ഇത് രണ്ടും ഓർത്ത് വെച്ചേക്കട്ടോ. അപ്പോൾ ഇവരെയൊക്കെ പേരുകളും കഴിഞ്ഞ LDC എക്സാമിൻസിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാനൊക്കെ ഓർത്തിരിക്കുക. അപ്പോൾ 1957 സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അല്ലേ എന്തായിരുന്നു? ബീഹാറിൽ കുൻവർ സിംഗ്, ബറേലിയിൽ ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്ന ജോഡികളിൽ തെറ്റായവ ഏതാണ്? തെറ്റായവ ഏതാണ്? ആൻസർ ഏതാണ്? ആൻസർ ഉള്ളി 3 മാത്രമാണെന്ത് തെറ്റായ പ്രസ്താവന. നമുക്ക് ശരി നോക്കാം. തിരുവനന്തപുരത്ത് അടിമത്ത നിരോധനം 1812 കൊച്ചിയിൽ അടിമത്ത നിരോധനം 1845 എറണാകുളം മഹാരാജാസ് കോളേജ് രൂപീകരണം 1875 അല്ലേ. നമ്മൾ റാങ്ക് ഫയലൊക്കെ എടുത്ത കേരളം നോക്കി ആദ്യം കാണുന്ന ഫാക്ട്സ് ഒക്കെയാണെന്ത് ഈ പറഞ്ഞില്ലേ. നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതെന്ന് ചോദിച്ചത് അല്ലേ. ആൻസർ എന്താണ്? ഉള്ളി 4 മാത്രമാണെന്ത് തെറ്റായ പ്രസ്താവന അല്ലേ. ശരി നോക്കിയേക്കാം. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന രൂപീകൃതമായത് 1949 ഒക്ടോബർ 1 ചൈന രൂപീകൃതമായത് 1949 ഒക്ടോബർ 1 യുദ്ധാനന്തരം ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തൂങ്ങാണ്. ചൈനീസ് വിപ്ലവമാണ് നമ്മുടെ താരം അല്ലേ. 49 ഒക്ടോബർ 1. പിന്നെന്താണ്? ചിയാങ് കൈഷേക്കും സംഘവും തായ്വാനിലേക്ക് ഓടിപ്പോയി. ചൈനയിൽ സംസ്കാരിക വിപ്ലവം കൊണ്ടുവന്നത് മാവോ സേ തൂങ്ങാണ്. അടുത്തിലേക്ക് പോവാം. സാമൂഹ്യ പരിഷ്കർത്താവായ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്താണ്? തെറ്റായ പ്രസ്താവന എന്താണ് അല്ലേ. ആൻസർ എന്താണ്? ഉള്ളി 1 മാത്രമാണെന്ത് തെറ്റായ പ്രസ്താവന അല്ലേ. 1 മാത്രമാണ് തെറ്റായ പ്രസ്താവന. നോക്കാം. സ്വാമിനാഥ ദേശികൾ ചട്ടമ്പി സ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ചു. ചട്ടമ്പി സ്വാമികളുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പന്മനയിലാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. കേരളത്തിലെ ദേശനാമങ്ങൾ ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതാണ്? ശരിയായ ജോഡികൾ ഏതൊക്കെയാണ്? ആൻസർ ശരിയായത് 1ഉം 4ഉമാണ് ശരിയായ ജോഡി അല്ലേ. 1, നാഗ്പൂർ സമ്മേളനം നിസ്സഹകരണ പ്രസ്ഥാനം. പിന്നെ സൂറത്ത് സമ്മേളനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വിഭജനം. സൂറത്ത് ഇന്റർനാഷണൽ കോൺഗ്രസ് വിഭജനം, നാഗ്പൂർ സമ്മേളനം എന്താണ്? നിസ്സഹകരണ പ്രസ്ഥാനം. നെക്സ്റ്റ് വൺ, അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏത് രാജ്യത്തിന് എതിരെയായിരുന്നു? എവിടെയാണത്? ആൻസർ നമുക്കെന്താണ്? ഓസ്ട്രേലിയയാണ് ആൻസർ അല്ലേ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇന്ത്യൻ ടീമിൻ്റെ ഏറ്റവും കുറഞ്ഞ ഇന്നിങ്സ് സ്കോർ ഏതിനെതിരെയായിരുന്നു? ഓസ്ട്രേലിയ രാജ്യത്തിന് എതിരെയായിരുന്നു. നെക്സ്റ്റ് വൺ, സിങ്ക് ഹോളുകൾ രൂപീകരണത്തിന് കാരണമാകുന്ന
ഭൂരൂപവൽക്കരണ സഹായി എന്താണ്? ഭൂരൂപങ്ങൾ. ആൻസർ നമുക്ക് ഏതാണ്? ആൻസർ ഭൂഗർഭജലം. സിങ്ക് ഹോളുകളുടെ രൂപീകരണത്തിന് കാരണമാകുന്ന രൂപവൽക്കരണ സഹായി ആരാണ്? ഭൂഗർഭജലമാണ്. അടുത്തത്, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? ആൻസർ കാനഡയാണ്. ലോകത്തിൽ ഏറ്റവും ഉയരം കൂടിയ വേലിയേറ്റങ്ങൾ ഉണ്ടാകുന്ന രാജ്യം ഏതാണ്? കാനഡയാണ്. അടുത്തത്, കടുപ്പം കുറഞ്ഞ ധാതു ഇതിലേതാണ്? കടുപ്പം കുറഞ്ഞ ധാതു ഏതാണ്? ആൻസർ ടാൽക്കാണ് അല്ലേ? ടാൽക്കാണ് കടുപ്പം കുറഞ്ഞ ധാതു എന്ന് പറഞ്ഞാൽ. ടാൽക്കം പൗഡർ അല്ലേ? പൗഡറിനെ ഓർക്കാം, വെയിറ്റ് കുറവാണ്. അപ്പോൾ കടുപ്പം കുറഞ്ഞ ധാതു ഏതാണെന്ന് ഓർത്താൽ ടാൽക്കെന്ന് ഓർക്കാം. നെക്സ്റ്റ് വൺ നോക്കിക്കോ. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ എന്താണ്? ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? ഏത് മഴയാണ് നമ്മൾ വിളിക്കുന്നത്? സംവഹന വൃഷ്ടി. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? സംവഹന വൃഷ്ടിയാണ് ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ. ഭൂമധ്യരേഖ പ്രദേശത്ത് ലഭിക്കുന്ന മഴ ഏതാണ്? സംവഹന വൃഷ്ടി. മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽ മഴ ഏതാണ്? ആൻസർ മാംഗോ ഷവർ അല്ലേ? ഒരു കാര്യം ഓർക്കാം, മൺസൂൺ മീൻസ് മഴയാണല്ലോ അല്ലേ? അപ്പോൾ മഴയ്ക്ക് മുൻപ് നമ്മുടെ നാട്ടിലേക്ക് എന്താണ്? മാമ്പഴം വീഴാറില്ലേ അല്ലേ? മാമ്പഴം ഇല്ലേ? മഴ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ നശിച്ചു പോകും അല്ലേ? കേടുവന്നു. അപ്പോൾ മൺസൂൺ കാലത്തിന് മുൻപ് കേരളത്തിൽ ലഭിക്കുന്ന വേനൽമഴ എന്താണ്? മാംഗോ ഷവർ. മാങ്ങ വീഴുന്നു അല്ലേ? ഷവറായിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? സൂര്യനെ പറ്റിയുള്ള സൂക്ഷ്മ പഠനത്തിനായി ISRO വികസിപ്പിച്ച പേടകം ഏതാണ്? ആൻസർ ആദിത്യ L1. ആദിത്യ L1 ആണ്. ഓക്കെ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണത്? M. വിശ്വേശ്വരയ്യ. ആൻസർ M. വിശ്വേശ്വരയ്യ. M. വിശ്വേശ്വരയ്യാണ് ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അല്ലേ? വിശ്വേശ്വരയ്യ മീൻസ് അവിടെ എന്ത് വരുന്നുണ്ട്? എഞ്ചിനീയേഴ്സ് ദിനം എന്നാണ്? സെപ്റ്റംബർ 15 അല്ലേ? ഓഗസ്റ്റാണ്, സെപ്റ്റംബർ 15 വിശ്വേശ്വരയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ദിനം അതാണ്. ഓക്കെ. വിശ്വേശ്വരയ്യ ഇവിടുത്തെ ആസൂത്രണത്തിൻ്റെ പിതാവാണ്. അവിടെ കണക്ട് ചെയ്ത് വന്ന ഫാക്റ്റാണ് എന്ത്? എഞ്ചിനീയേഴ്സ് ദിനം സെപ്റ്റംബർ 15. അടുത്ത് നോക്കാം, പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഇവയെല്ലാം, അതായത് ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, അതുപോലെ സ്വകാര്യവൽക്കരണം എന്താണ് പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ ലക്ഷ്യം? നമ്മുടെ ആൻസർ എന്താണ്? ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ്, ഖാരിഫ് വിളകൾ വിളവെടുക്കുന്ന സമയം ഏതാണ്? വിളവെടുക്കുന്ന സമയമാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇതാണ്, സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് വിളവെടുക്കുന്ന സമയം അല്ലേ? കൺഫ്യൂഷൻ ഫസ്റ്റ് വായിക്കുമ്പോൾ നമുക്ക് എന്ത് വേറെ പോലെ എന്താണ്? ജൂൺ മുതൽ ജൂലൈ എന്താണ്? വിളവിറക്കുന്ന സമയമാണ്. ജൂൺ ടു ജൂലൈ വിളവിറക്കുന്ന സമയമാണെന്ത്? ഖാരിഫ് വിളകൾ. വിളവെടുക്കുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെ ആണ്. നെക്സ്റ്റ് വൺ നോക്കാം, ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം ആരാണ്? ഏഷ്യൻ ഭവനം ആരാണ്? ഫിലിപ്പൈൻസ് ആണ് ഹരിത വിപ്ലവത്തിൻ്റെ ഏഷ്യൻ ഭവനം എന്നറിയപ്പെടുന്ന രാജ്യം. അടുത്തത്, 2022-23 കൂടി ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? നീതി ആയോഗ് ആരംഭിച്ച സംരംഭം എന്തിനെ ലക്ഷ്യമാക്കിയാണ്? ഇന്ത്യയുടെ നവീകരണം ലക്ഷ്യമാക്കി നീതി ആയോഗ് ആരംഭിച്ച സംരംഭം ഏതാണ്? സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75 അല്ലേ? നീതി ആയോഗിന് ന്യൂ അതിന് പുതിയ സ്ട്രാറ്റജി ഉണ്ട് അല്ലേ? നവീകരണത്തിന് വേണ്ടി പുതിയ സ്ട്രാറ്റജി ഉണ്ട്. എന്തിൻ്റെ? ഇന്ത്യയുടെ നവീകരണത്തിന് വേണ്ടി പുതിയ സ്ട്രാറ്റജി ഉണ്ട്. സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇനി 2023 ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? ഇന്ത്യയുടെ സ്ഥാനം എത്രാമത്തെയാണ്? 38ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഇവിടെയുള്ളത് ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചികയിൽ ലോക ബാങ്കിൻ്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് സൂചി ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 38ാമത്തെ സ്ഥാനം ഉള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയ പ്രസ്താവന തെറ്റ് ഏതാണ് അല്ലേ? ആൻസർ നമുക്ക് എന്താ വരുന്നത്? ഓപ്ഷൻ ബി 4ാമത്തതാണ് തെറ്റ് വരിക അല്ലേ? നോക്കാം, ഭരണഘടന ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതണമെന്ന നിർദ്ദേശം അംഗീകരിച്ചത്
1947 ജനുവരിയിൽ നടന്ന സമ്പൂർണ്ണ സമ്മേളനത്തിൽ നിന്നാണ്. ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതും ഈ സമ്പൂർണ്ണ സമ്മേളനത്തിലൂടെയാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ പൗരത്വവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏവ? ശരിയായ പ്രസ്താവന ചോദിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആൻസർ എന്താണ്? 1, 2, 3, 4 ഉണ്ട്. 1, 2, 3, 4 ശരിയാവും അല്ലേ? നോക്കാം. OCA എന്നതിൻ്റെ പൂർണ്ണരൂപം ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്നതാണ്. ഭരണഘടനയുടെ 2-ാം ഭാഗത്ത് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഭരണഘടനയുടെ 6 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഇന്ത്യക്കാർക്ക് നേപ്പാൾ സന്ദർശിക്കാൻ വിസ ആവശ്യമില്ല. നെക്സ്റ്റ് നോക്കാം. ആമുഖം ഒരു പ്രഖ്യാപനത്തേക്കാൾ കൂടുതലാണ്. അത് നമ്മുടെ ഭരണഘടനയുടെ ആത്മാവാണ്. നമ്മുടെ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണത്. ഒരു വിപ്ലവത്തിനല്ലാതെ മറ്റൊന്നിനും മാറ്റാൻ കഴിയാത്ത ഒരു ദൃഢനിശ്ചയം അതിലടങ്ങിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ജസ്റ്റിസ് ഹിദായത്തുള്ള. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ്. രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയാണെന്നൊക്കെ ജസ്റ്റിസ് ഹിദായത്തുള്ളയാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ എല്ലാം ശരിയാണ് അല്ലേ? 1, 2, 3, 4 ശരിയാണ്. ഓപ്ഷൻ ഡി. നമ്മുടെ മൗലിക അവകാശങ്ങളിൽ ചിലത് പൗരന്മാർക്ക് മാത്രമേ ലഭിക്കൂ. മൗലിക അവകാശങ്ങൾ അത് ഏത് വ്യക്തികൾക്കും ലഭിക്കും. ചില മൗലിക അവകാശങ്ങൾ ഏത് വ്യക്തികൾക്കും ലഭിക്കും. നിയമത്തിന് മുന്നിൽ തുല്യതയ്ക്കുള്ള അവകാശം ഏതൊരു വ്യക്തിക്കും ലഭിക്കും. പൊതുതൊഴിലിൻ്റെ കാര്യത്തിൽ അവസര സമത്വം ലഭിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ്. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ കടമെടുത്ത രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. നിർദ്ദേശ തത്വങ്ങൾ എന്താണ്? അയർലൻഡ്. അയർലൻഡ്. നെക്സ്റ്റ്, മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറയുമ്പോൾ റഷ്യയാണ്. കർത്തവ്യങ്ങൾ റഷ്യ. അവശിഷ്ടാധികാരങ്ങൾ കാനഡ. ദെൻ ഭരണഘടനാ ഭേദഗതി എന്താണ്? ദക്ഷിണാഫ്രിക്ക. ഭരണഘടനാ ഭേദഗതി ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, അടുത്തത്, ഡാഷ് സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പിന് താഴെ പറയുന്ന യോഗ്യതകൾ ആവശ്യമാണ്. എന്തൊക്കെയാണ് നോക്കിയത്? ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരമായ ഒരു പദവിയും വഹിക്കരുത്, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ആർക്കും ഉണ്ടായിരിക്കണം? നമ്മുടെ ആൻസർ ഉപരാഷ്ട്രപതിയാണ്. ഉപരാഷ്ട്രപതിക്കാണ് ഇന്ത്യൻ പൗരനായിരിക്കണം, 35 വയസ്സ് പൂർത്തിയായിരിക്കണം, ലാഭകരം ഒരു പദവിയും പാടില്ല, രാജ്യസഭാംഗമായി തിരഞ്ഞെടുക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, പുസ്തകങ്ങളും അവയുടെ രചയിതാക്കളെയും കണ്ടെത്തുക. നോക്കാം. ദ പവർ ഓഫ് ദ പ്രൈം മിനിസ്റ്റർ, നിയമങ്ങളുടെ അന്തസ്സത്ത അല്ലേ, ഇന്ത്യ 2020, മൈ ട്രൂത്ത്. ഇതിൻ്റെ ആൻസർ ഇവിടെ വരുന്നുണ്ട്, ബി ആണ്. അപ്പോൾ നോക്കാം. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ ആരാണ്? ഹംഫ്രി ബർക്കലി. ദ പവർ ഓഫ് ദി പ്രൈം മിനിസ്റ്റർ ഹംഫ്രി ബർക്കലി. നിയമങ്ങളുടെ അന്തസ്സത്ത എന്താണ്? മോണ്ടസ്ക്യൂ അല്ലേ, അന്തസ്സത്ത മോണ്ടസ്ക്യൂ ആണ്. ECRT കിടപ്പുണ്ടല്ലേ. ഇന്ത്യ 2020 എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഇന്ത്യ 20 എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മുടെ APJ അബ്ദുൽ കലാം. മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. അറിയാമല്ലോ, മൈ ട്രൂത്ത് ഇന്ദിരാഗാന്ധി. നെക്സ്റ്റ് വൺ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റായ ജോഡി മാത്രം എടുത്തെഴുതിയാൽ മതി. നമ്മുടെ ആൻസർ എന്താണ് അവിടെ? PK അല്ലേ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ അല്ലേ. അതാണത് PK തുങ്കൻ കമ്മീഷൻ 1990 എന്നുള്ളത് തെറ്റായ ഓപ്ഷൻസ് ആണ്. അടുത്ത നോക്കിയേക്കാം. ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവെന്നാണ് ചോദിച്ചേക്കുന്നത്. ജമ്മു കാശ്മീർ അല്ലേ. ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻസർ നമുക്ക് എന്താണ്? 1, 2, 3 എന്താണ്? ശരിയായ പ്രസ്താവനകളാണ്. ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വകുപ്പ് 370 എടുത്തു കളഞ്ഞിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തീരുമാനം 2023 ഡിസംബറിൽ സുപ്രീം കോടതി ശരിവെച്ചു. ഇനി ജമ്മു കാശ്മീർ 2 കേന്ദ്ര ഭരണങ്ങളാക്കി മാറ്റിയത് 2019 അല്ലേ, ലഡാക്ക് എന്നൊക്കെ പറയും. നെക്സ്റ്റ്, രാജതരംഗിണി കാശ്മീരിൻ്റെ ചരിത്രം വിശദമാക്കുന്ന പുസ്തകമാണ്. രാജതരംഗിണി എന്ന് പറയുമ്പോൾ ആരുടെയാണ്? കൽഹണൻ്റെയാണ് അല്ലേ, കൽഹണൻ്റെയാണത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ.
ഇന്ത്യൻ ഭരണഘടനയുടെ 73 74 ഭേദഗതികളുടെ അനന്തരഫലങ്ങളിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഏതാണ്? രണ്ടാമത്തതാണ് പെടാത്തത് അല്ലേ? ഇതില്ല, ബാക്കിയൊക്കെ 73 74 ആവശ്യമുള്ള സംഗതികളൊക്കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരണമുണ്ട്. പിന്നെ 11-ാം പട്ടിക 12-ാം പട്ടികയ്ക്ക് ഇവിടെ വരുന്നതാണ് 73 74 ഭേദഗതികളിൽ വരുന്ന കാര്യങ്ങളാണ് അല്ലേ? അടുത്തത് ചേരുംപടി ചേർക്കുക, അഭയകിരണം, വിദ്യാകിരണം, താലോലം പദ്ധതി, വിദ്യാജ്യോതി, ഇത്രയുമുണ്ട് അല്ലേ? നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ആൻസർ ഇതാ വരുന്നത് ഓപ്ഷൻ സി ആണ് അല്ലേ? സി ആണ് വരിക. അഭയകിരണം എന്താണ്? വിധവകൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതാണെന്ത്? അഭയം കൊടുക്കുന്നത്. അഭയകരണം എന്താണ്? വിധവകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതാണെന്ത്? അഭയകരണം പദ്ധതി. വിദ്യാകിരണം എന്താണ്? വികലാംഗരുടെ മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നതാണ് വിദ്യാകിരണം. താലോലം എന്ന് പറയുമ്പോൾ മാരക രോഗങ്ങൾ മൂലമുള്ള അല്ലേ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സ സഹായം കൊടുക്കുന്നതാണെന്ത്? താലോലം പദ്ധതി. വിദ്യാജ്യോതി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം? PH മീൻസ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് പഠനത്തിലുള്ള സാമ്പത്തിക സഹായമാണെന്ന് വിദ്യാജ്യോതിയായിട്ട് കൊടുക്കുന്നത് അല്ലേ? വിദ്യാജ്യോതിയായിട്ട് കൊടുക്കുന്നത്. അടുത്തത് നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതൊക്കെയാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് ഓപ്ഷൻ സി ആണ് ആൻസർ. 4-മത്തെയാണ് തെറ്റായ പ്രസ്താവന. നമുക്ക് നോക്കാം. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി വി വേണു IAS ആണ് അല്ലേ? അതൊക്കെ കറണ്ട് അഫെയർ നമുക്ക് കിട്ടുന്നതാണ്. കേരള നിയമനിർമ്മാണ സഭ ഏകമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. കേരള നിയമനിർമ്മാണ സഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ് അല്ലേ? ഒക്കെ കറണ്ട് അഫെയറിൽ നിന്ന് കിട്ടുന്ന ഫാക്റ്റുകളാണ് അതൊക്കെ. നെക്സ്റ്റ് വെച്ചിട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 400A എന്നത് എന്തിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്? ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. അടുത്തത് ഏറ്റവും കൂടിയ അനുപാതത്തിൽ ആഗോളതാപനത്തിന് കാരണമാകുന്ന ഹരിതഗ്രഹ വാതകം ഏതാണ്? ഏതാണത്? ആൻസർ അല്ല, കാർബൺ ഡൈ ഓക്സൈഡ് CO2 കൂടുമ്പോൾ ചൂട് കൂടിയിട്ടാണ് എന്ത് ഹരിതഗ്രഹപ്രവേഹം എന്ന സംഭവം അല്ലേ ആഗോളതാപനം ഉണ്ടാവുന്നത്. മരങ്ങൾ കുറയുന്നു, CO2 അതൊക്കെ കാരണങ്ങളാണ്. അപ്പോൾ CO2 ആണ് നമ്മുടെ ഇവിടുത്തെ ആൻസർ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് നോക്കുക. പ്രസ്താവന എന്താണ്? മനുഷ്യ ഹൃദയത്തിൻ്റെ പേസ് മേക്കർ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ചോദിച്ചേക്കുന്നത് അല്ലേ? ഇവിടുത്തെ ആൻസർ നമുക്ക് എന്താണത്? 3-മത്തതാണ് നമ്മുടെ ആൻസർ. എന്ന് വെച്ചാൽ വലത് ഏട്രിയത്തിൻ്റെ വലത് മുകൾ ഭാഗത്താണ് പേസ് മേക്കർ കാണുക അല്ലേ? ഹൃദയം എന്ന് പറയുമ്പോഴില്ല മുകൾ 2 ഓറിക്കിൾസ് ഇല്ല, ഏട്രിയം ഓറിക്കിളുകൾ, താഴെ 2 വെൻട്രിക്കിൾ, ഇടത് ഓറിക്കിൾ വലത് ഓറിക്കിൾ, ഇടത് വെൻട്രിക്കിളും വലത് വെൻട്രിക്കിളുമായിരിക്കും. ഇപ്പോൾ വലത് ഓറിക്കിളിൻ്റെ മുകൾ ഭാഗത്താണ് എന്ത് പേസ് മേക്കർ കാണില്ലേ? അവിടെ നിന്ന് ഇങ്ങനെ പർക്കിഞ്ചി ഫൈബർ ഭാഗത്തോട്ട് ഇങ്ങനെ വരും. അവിടെ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. നെക്സ്റ്റ് 2021 ഡേവിഡ് ജൂലിയസും R.D. പറ്റാപൗട്ട്യനും ചേർന്ന് നൊബേൽ പുരസ്കാരം നേടിയത് ഏത് മേഖലയിലാണ്? ഏത് മേഖല? 23 21 ചോദിച്ചേക്കുന്നത്. ഏത് മേഖലയാണ്? വൈദ്യശാസ്ത്രം. ഓക്കെ. ചേരുംപടി ചേർത്ത് ഉചിതമായത് തിരഞ്ഞെടുത്തെഴുതുക. മലേറിയ അല്ലേ? മലേറിയ എന്ന് പറയുമ്പോൾ മലേറിയ ഏതാണ്? പ്രൊട്ടോസോവയാണ്. ടൈഫോയിഡ് എന്ന് പറയുമ്പോൾ അത് ബാക്ടീരിയ ആണ്. അസ്കാരിസ് എന്താണ്? വിരകളാണ്. ജലദോഷം എന്താണ്? വൈറസ് അല്ലേ? ജലദോഷം വൈറസ് ശരിക്കും നമ്മുടെ +2 ബയോളജി ടെക്സ്റ്റിൽ തന്നെയാണ്. മലേറിയ, പ്രൊട്ടോസോവ, ടൈഫോയിഡ്, ബാക്ടീരിയ. ടെക്സ്റ്റിലും ഉണ്ട് കേട്ടോ. അസ്കാരിയാസ് വൈറസ്, ജലദോഷം വൈറസ്. നെക്സ്റ്റ് കുട്ടികളുടെ പ്രമേഹം കണ്ടെത്താനും ചികിത്സ സഹായമേകാനുമുള്ള കേരള സർക്കാരിൻ്റെ പ്രത്യേക പദ്ധതി ഏതാണ്? മിഠായിയാണ്. കൊറോണ വൈറസിൻ്റെ വകഭേദമായ B.1.1.529 ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഏതിനെയാണത്? നമ്മുടെ ഒമിക്രോൺ ആണ്. ഏതാണത്? ഒമിക്രോൺ. പാലായന പ്രയോഗവുമായി ബന്ധമില്ലാത്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്, ഇപ്പോൾ നോക്കണ്ട. നെക്സ്റ്റ് 2 വസ്തുക്കൾ തമ്മിലുള്ള ചലനത്തെ എതിർക്കുന്നതും പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്? പ്രതലത്തിന് സമാന്തരവുമായ ബലം ഏതാണ്? ഘർഷണ ബലമാണ്. എതിർക്കുന്നു, ഘർഷണ ബലമാണ്.
സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം എന്താണ്? സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ചലനത്തിന് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വർത്തുള ചലനമാണ്. ഏതാണ്? വർത്തുള ചലനം, അതല്ല സമവർത്തുള സ്ഥിരവേഗതയും വ്യത്യസ്ത പ്രവേഗവുമുള്ള ഉദാഹരണം എന്താണ്? സമവർത്തുള ചലനമാണ് കേട്ടോ. സമവർത്തുള ചലനമാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഏത് മേഖലയിലെ പരീക്ഷണങ്ങൾക്കാണ് അലൻ ആസ്പെക്റ്റ്, ജോൺ എസ് ക്ലോസർ, ആൻറ്റൺ സിലിംഗർ എന്നിവർ 2022 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ആർക്കൊക്കെയാണ്? അലൻ ആസ്പെക്റ്റ്, ജോൺ എഫ് ക്ലോസർ, ആൻറ്റൺ സിലിംഗർ. ഫിസിക്സ് ആണല്ലേ. ഏതിലാണ് അവർക്ക് ലഭിച്ചത്? ഓപ്ഷൻ സി, ക്വാണ്ടം മെക്കാനിക്സ്. ഫിസിക്സിൽ ക്വാണ്ടം മെക്കാനിക്സിലാണ് അലൻ ആസ്പെക്ട്സിനൊക്കെ നോബൽ പ്രൈസ് ലഭിച്ചത്. 40 ഗ്രാം മീഥെയ്ൻ പൂർണ്ണമായും കത്തുമ്പോൾ ലഭിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് എത്രയായിരിക്കുമെന്ന് തന്നിരിക്കുന്ന രാസസമവാക്യത്തെ അടിസ്ഥാനമാക്കി കണ്ടുപിടിക്കുക. CH4 + 2O2 CO2 + 2H2O. ഇതിൽ നമുക്ക് അല്ലേ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല അറിയുന്നവർക്കാണത് ചെയ്യാൻ പറ്റും. നമ്മുടെ ആൻസർ എന്താണ്? 110 ഗ്രാമാണ് അതിൻ്റെ ആൻസർ. ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ആസിഡ് ഏതാണ്? ലൂയിസ് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ BCl3 എന്താണ്? ബോറോൺ. BCl3 ആണ് ലൂയിസ് ആസിഡ്. BCl3 ആണ് ആസിഡ്. ഇനി X ഒരു 2ാം ഗ്രൂപ്പ് മൂലകവും Y ഒരു 17ാം ഗ്രൂപ്പ് മൂലകവും ആണെങ്കിൽ Xഉം Yയും ചേർന്ന് രൂപം കൊള്ളുന്ന സംയുക്തത്തിൻ്റെ രാസസൂത്രം എന്തായിരിക്കും? 2ഉം 17ഉമാണ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി, XY2 എന്നാണ് ആൻസർ. XY2 വരുന്നത്. നെക്സ്റ്റ് ഇവിടെ കൊടുത്തിട്ടിരിക്കുന്നവയിൽ 2 പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി ഏറ്റവും ശരിയായത് തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സ്റ്റീൽ ഒരു ലോഹമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ഇതിനെ പറയുന്ന ആൻസർ നമുക്കെന്താണ്? ഓപ്ഷൻ ബി, ഒന്ന് തെറ്റും മറ്റത് ശരിയുമാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരു ലോഹസങ്കരമാണ്. ലോഹസങ്കരത്തെക്കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ടല്ലേ. സങ്കരമാണ്. അടുത്തത് താഴെ പറയുന്നവയിൽ 2022 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകളേവ? ഇപ്പോൾ 2022 കറണ്ട് അഫയേഴ്സാണ് ഈ ചോദിച്ച് വന്നേക്കുന്നില്ല. 3 ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടില്ല. 24 ആദ്യം ചോദിച്ചൊരു 20 ബാറിൽ 25 ബാറിലാകുമ്പോൾ ആദ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണിത്. അപ്പോൾ നമുക്ക് ഇനി പഠിക്കുമ്പോൾ അതനുസരിച്ച് വേണം പഠിക്കാൻ. 22 ഖത്തർ ഫുട്ബോൾ ലോകകപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് യോഗ്യത നേടിയ ടീമുകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അർജൻറ്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. 22 ഖത്തർ ഫുട്ബോളാണ്. അർജൻറ്റീന, ഫ്രാൻസ്, ക്രൊയേഷ്യ, മൊറോക്കോ. ഹൈമവത ഭൂവിൽ എന്ന യാത്രാ വിവരണം ആരുടെ കൃതിയാണ്? ഹൈമവത ഭൂവിൽ ആരുടെയാണിത്? MB വീരേന്ദ്രകുമാർ അല്ലേ. അദ്ദേഹം എവിടെയാണ്? വയനാടാണ് ശരിക്കും അല്ലേ. ഹൈമവത ഭൂവിൽ MB വീരേന്ദ്രകുമാറാണ്. പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട ഇടയ്ക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഇടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? ഏതാണ് ഇടയ്ക്കൽ ഗുഹ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നില്ല? വയനാട് തന്നെ അല്ലേ. താഴെ പറയുന്നവയിൽ ആരുടെ കാലത്താണ് കേരളത്തിൽ ചവിട്ട് നാടകം ആരംഭിച്ചത്? ചവിട്ട് നാടകം ഇവിടെയാണ്. ആർക്കാണിത്? പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം അല്ലേ. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ് ആരാണ്? സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻറ്റ് ആരാണ്? ഒരു കറണ്ട് അഫെയർ വന്നല്ലോ. പ്രസിഡൻ്റ് ആരാണ്? K സച്ചിദാനന്ദൻ. ആരാണ്? K സച്ചിദാനന്ദനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വരുന്നത് 20 ബാറിലാണ് നമുക്ക് വരുന്നത്. നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം മാത്രമാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അല്ലേ, നമുക്കറിയാം. കേപ്പ് ഓഫ് വാട്സ്കോഡ വന്നിറങ്ങിയ സ്ഥലം. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. അടുത്തത് 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറേ ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. താഴെ പറഞ്ഞ സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. എങ്ങനെ വരും അത്? ചാനാർ ലഹള ആദ്യം അല്ലേ, വൈക്കം സത്യാഗ്രഹം രണ്ടാമത് വരുന്നു. ദെൻ ക്ഷേത്രപ്രവേശന വിളംബരം 1809 അല്ലേ. ദെൻ
ആലിയം സത്യാഗ്രഹം. നെക്സ്റ്റ് വൺ നോക്കാം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി പഴം എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു അത്? ഓപ്ഷൻ സി ഡൽഹൌസി പ്രഭുവാണ്. താഴെ പറയുന്നവയിൽ ഇൻ്റർനാഷണൽ കോൺഗ്രസ്സിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? ഈ ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് കുറച്ചൊന്നും ഒഴിവാക്കില്ല. നമുക്കറിയാവുന്നൊരു കാര്യമാണ്, ലാൽ പാൽ ബാൽ നമുക്കറിയാം അല്ലേ, 3 പേരും ഒരു കെട്ടാണ്. അതിന് വേറൊരാളെ അങ്ങ് മാറ്റി കഴിഞ്ഞ് നമുക്ക് എന്താ കിട്ടും? ഗോപാലകൃഷ്ണ ഗോഖലെ ആൻസർ കിട്ടും അല്ലേ. ഇവിടുത്തെ ആൻസർ ഇപ്പോൾ എന്താണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഏത് മിതവാദികൾ വരിക. ബാക്കി ഇവർ 3 അല്ലേ, ലാൽ പാൽ ബാൽ അല്ലേ. അങ്ങനെ വേണം നമുക്ക് ഈ ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ട്. അപ്പോൾ മിതവാദികൾ വിഭാഗത്തിൽ വരുന്ന ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ. 2ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ ബാർബറോസ. ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം എന്താണ്? ഓപ്പറേഷൻ ബാർബറോസ. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? സുരക്ഷിതമായ നഗരം ക്രൈം റിപ്പോർട്ട്സ് അനുസരിച്ചിട്ട് സുരക്ഷിതമായ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്നുണ്ട്? നിസ്സംശയം കൊൽക്കത്ത അല്ലേ. നമ്മൾ കറണ്ട് അഫയർ പഠിച്ചിട്ടുള്ള കൊൽക്കത്ത എന്ന് പറയാം. ഭൂമധ്യരേഖയിൽ ഇത് ഞാൻ കറണ്ട് അഫയറിൻ്റെ ഒരു ചെറിയ PDF ഇടുന്നുണ്ട്, അതിനകത്തുനിന്ന് കിട്ടാറുണ്ട്. ഓക്കെ. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം ഡാഷാണ്. ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എത്രയാണ്? കോറിയോലിസ് ബലം 0 ആണ് അല്ലേ. ഇത് മെസ്സിയാറ്റിലുള്ളതാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം ഏതാണ് ഇതിനകത്ത്? ഇന്ത്യ തദ്ദേശീയ വികസിപ്പിച്ചെടുത്തതാണ്. നമ്മുടെ ആൻസർ എന്താണ്? IRS 1A. IRS 1A ആണ് സൺസിൻക്രോനൈസ്ഡ് എന്ന ഉപഗ്രഹം. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്? വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഓക്കെ. അടുത്തത്, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണ്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഇതിന് കാരണം. ഭൂവൽക്കങ്ങളുടെ ഫലകങ്ങളുടെ ചലനത്തിന് അല്ലേ, ഫലകങ്ങൾ ചലിക്കത്തില്ല, എപ്പോഴും ചലിക്കുന്നതിന് കാരണമാകുന്നത് എന്തുകൊണ്ടാണിത്? ഭൂമിയുടെ ഉൾഭാഗത്തുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങൾ ചലിക്കുന്നതിന് കാരണമാകുന്നത്. അടുത്തത്, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏതാണ്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏതാണ്? എന്താണത്? എൽ നിനോ. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ കൂടുതലാവുന്നതിന് കാരണമാകുന്നു എൽ നിനോ എന്ന പ്രതിഭാസത്തിന് കാരണമാകുന്നു. കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കാറ്റിലെ ഊർജം എവിടെയാണിത്? കാറ്റാടി ഫാം ഇങ്ങനെ കാണത്തില്ലേ, എവിടെയാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക? തമിഴ്നാടാണ്. എവിടെയാണിത്? തമിഴ്നാടാണ്. ആൻസർ തമിഴ്നാട്. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതി ഏതാണ്? PM ആശാ യോജന. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ചതാണെന്ത്? PM ആശാ യോജന. ഇനി ഹരിത വിപ്ലവം ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 1, 2, 3 എന്നിവ ശരിയാണ്. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെൻറ്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും അന്തരം വർദ്ധിച്ചു. ഇതെല്ലാം എന്താണ്? ഹരിത വിപ്ലവം ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് അല്ലേ, സംഭവങ്ങളാണ്. ഹരിത വിപ്ലവം നമുക്ക് പ്രത്യേകിച്ച് LDക്കായാലും മറ്റ് ഇതിനായാലും പഠിക്കാറുണ്ടല്ലോ. കണ്ടൻറ്റുകൾ കുറവാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ബഫർ സ്റ്റോക്ക് എന്നൊക്കെയുള്ള കണ്ടൻറ്റ്. നെക്സ്റ്റ്, ആദ്യത്തെ 50 വർഷക്കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? പൊതുമേഖല ശരിയായ പ്രസ്താവന ഏതാണ്? ആൻസർ 1ഉം 2ഉം എന്താണ്? ശരിയാണ് പറഞ്ഞേക്കുക. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ
വിഹിതത്തിൽ വർധനവുണ്ടായി അല്ലേ. 5 കഴിയുമ്പോഴാണത് 2% ആയിട്ട് മാറുന്നു അല്ലേ. അപ്പോൾ റോളിംഗ് പ്ലാനൊക്കെ വരുന്നുണ്ട്. നെക്സ്റ്റ് 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിൻ്റെ വിഹിതം കുറയുന്നുണ്ട്. ഇനി 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ADP പ്രകാരം പാലക്കാട് ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? കേരളത്തിലെ ജില്ല ഏതാണ്? വയനാട് തന്നെയാണ് അല്ലേ. വയനാടിൻ്റെ ക്വസ്റ്റ്യൻസ് 3 ആയി കഴിഞ്ഞു. 18 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ്. ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം വയനാടാണ് അല്ലേ. നെക്സ്റ്റ് 1991 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയപരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചതെന്താണ്? 91 പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായുള്ള വ്യാപാര നയപരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്താണ്? എല്ലാം ഇതാണല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇറക്കുമതിയിലും കയറ്റുമതിയിലും ഉള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക. താരിഫ് നിരക്കുകൾ കുറയ്ക്കുക. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക. ഇത് 3 ആൻസർ. അപ്പോൾ ചോദിക്കാമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കണോ വേണോ എന്ന്. പക്ഷേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്തിന് നിർണായകമാവുക? റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറുക അല്ലേ. നമ്മൾ ഫാക്റ്റുകൾ പഠിച്ചു വെക്കുന്നു, ബേസിക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം, അത് കറക്റ്റ് ആക്കുന്നു. നെക്സ്റ്റ് കുറച്ച് ഇച്ചിരൂടെ അഡ്വാൻസ്ഡ് ആയത് നമ്മൾ പഠിച്ചെങ്കിൽ മാത്രം റാങ്കിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. ഓക്കെ. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന എന്താണ്? ശരിയല്ലാത്ത പ്രസ്താവന ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ആൻസർ 3 മാത്രമാണ് ശരിയില്ലാത്ത പ്രസ്താവന. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. നെക്സ്റ്റ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണ്? പെടാത്തത് ഏതാണ് അല്ലേ. ആ പെടാത്തത് നന്നായി വായിച്ച് നോക്കണം. 1, 3, 4 എന്താണ്? പെടാത്തവയാണ് അല്ലേ. ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയാണെന്ത്? ഇന്ത്യയുടേത് അല്ലേ. ബാക്കിയൊക്കെ നമുക്കറിയാം, ഇതല്ലാത്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ഇന്ത്യയുടേതാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ. അങ്ങനെ ആരംഭിക്കുന്ന എവിടെയാണ് അങ്ങനെ ആരംഭിക്കുക? നമുക്കറിയാം ആമുഖമാണ്. ആമുഖം അല്ലേ, ആമുഖമാണ്. നെക്സ്റ്റ് 1 ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം അല്ലേ. ഏതൊക്കെ വരാം? ചേരുംപടി ചേർക്കുമ്പോൾ ഓപ്ഷൻ ബി ആണ് അതിൻ്റെ ആൻസർ. നമുക്ക് നോക്കിയേക്കാം. ഇപ്പോൾ സമയമില്ല, അതിന് വെയിറ്റ് ചെയ്യാൻ സമയമില്ല. നോക്കാം. ബാലവേല നിരോധനം ഏതാണ്? വകുപ്പ് അല്ലേ 24. അടുത്ത സ്വത്തവകാശം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം? സ്വത്തവകാശം 300A അറിയാം. പിന്നെ അവസര സമത്വം എന്ന് പറയുമ്പോൾ വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലിക അവകാശം എന്ന് പറയുമ്പോൾ എന്താണ്? 21 അല്ലേ. നമുക്ക് ഈസിയായി അറിയാവുന്ന കാര്യങ്ങളും അറിയാത്തതും ഒന്നുമില്ല അവിടെ, എല്ലാം ഈസിയായ കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ബാലവേല നിരോധനം എന്താണ്? വകുപ്പ് 24. സ്വത്തവകാശം 300A. അവസര സമത്വം വകുപ്പ് 16. വിദ്യാഭ്യാസ മൗലികാവകാശമാക്കി മാറ്റുന്നത് എന്നാണ്? 21A പ്രകാരമാണ്. നെക്സ്റ്റ് 1 താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏതാണ്? തെറ്റായ ജോഡി ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് മൗലിക കടമകൾ വകുപ്പ് 51 അല്ലേ. 51Aയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ശരിയായി. നെക്സ്റ്റ് 1 തെറ്റായ ജോഡി മൗലിക കടമ ഓപ്ഷൻ ബി ആണ് മൗലിക കടമ. ബാക്കി നോക്കാം അല്ലേ. ഹൈക്കോടതി റിട്ട് 2026. രാഷ്ട്രപതി ഇംപീച്ച്മെൻറ്റ് മാറ്റുന്നത് 61. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44. ഓക്കെ അല്ലേ. ഇവിടെ എയും കൂടി ഉണ്ട്, റെഡിയായിപ്പോയിന്. നെക്സ്റ്റ് 1 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതാണ്? സുപ്രീം കോർട്ടിൻ്റെ അധികാരത്തിൽ പെടാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ആൻസർ സിയും ഡിയുമാണ് പെടാത്തത്. ബാക്കി 2 നമുക്കത് വായിച്ച് നോക്കാം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ സുപ്രീം കോടതിക്ക് വേണം. സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് ഉത്തരവാദിയാണ് സുപ്രീം കോടതി പരിഹരിച്ചു തരും. കേന്ദ്രവും സംസ്ഥാനത്തും തീർക്കാൻ വേണം, സുപ്രീം കോടതി വേണം. 2 സ്റ്റേറ്റ് തമ്മിൽ തർക്കിച്ചാലോ സുപ്രീം കോർട്ട് വന്ന് ഇടപെട്ടോളും. ഓക്കെ.
നെക്സ്റ്റ്, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏതാണ്? യൂണിയൻ ലിസ്റ്റ്, നമ്മുടെ സിലബസിൽ യൂണിയൻ ലിസ്റ്റൊക്കെ ഉണ്ടല്ലോ അല്ലേ. പെടാത്തത് ഏതാണ്? ഇതാണത്, പൊതുജനാരോഗ്യമാണ് പെടാത്തല്ലേ. തുറമുഖങ്ങൾ, ഹൈവേകൾ, റെയിൽവേ എന്താണ്? യൂണിയൻ ലിസ്റ്റ്. തുറമുഖങ്ങൾ, ഹൈവേകൾ, റെയിൽവേക്ക് എന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. തുറമുഖം, ഹൈവേ, റെയിൽവേ എന്താണ്? യൂണിയൻ ലിസ്റ്റാണ്. മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 50% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 50% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏതാണ്? അല്ലേ? ഈ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നമ്മൾ പറയാം 91 ഭേദഗതി. നമുക്കിനകത്ത് കുറച്ച് ലോസ് മാത്രം പഠിക്കാനുള്ളൊരു സിലബസ് കുറച്ച് ഭാഗമുണ്ട് അല്ലേ, സെപ്പറേറ്റ് ഭാഗം. അതായത് ഭരണഘടനാ ഭേദഗതികൾ മാത്രം 52, 42 കൊടുത്ത ഭാഗത്തിൽ 91 ഉണ്ട് അല്ലേ. അതപ്പോൾ നമുക്കെന്ത് കിട്ടും? ഈ സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. ആ ചോദ്യം ഇവിടെ വന്നില്ലേ? മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 50% പരിമിതപ്പെടുത്തുന്ന ഭരണഘടനാ ഭേദഗതി ഏതാണ്? 91 ഭേദഗതി അല്ലേ. 91 ഭേദഗതിയാണ് നമ്മുടെ ആൻസർ. 91 ഭേദഗതിയാണ്. അടുത്തത് ചേരുംപടി ചേർക്കുക അല്ലേ. ഓപ്ഷൻ സി ആണ് ആൻസർ. പി കെ തുങ്കൻ കമ്മിറ്റി 1989. പി കെ തുങ്കൻ കമ്മിറ്റി. പിന്നെ ബൽവന്ത് റായ് കമ്മിറ്റി ഏതാണ്? ബൽവന്ത് റായ് കമ്മിറ്റി 57 അല്ലേ, ഫസ്റ്റ് വരുന്ന 57 വരുന്നുണ്ട്. ദെൻ അശോക് മെഹ്ത്ത കമ്മിറ്റി 1977. പിന്നെ എല്ലാം സിഗ്വി കമ്മിറ്റി. സിഗ്വി ഏതാണ്? അപ്പോൾ സിഗ്വി എന്ന് പറയുമ്പോൾ 86 കമ്മിറ്റി അല്ലേ. തുങ്കന് 89, ബൽവന്ത് റായ് ആണ് 57, അശോക് മെഹ്ത്ത 76. ഇവിടെയൊക്കെ ഏതാ വരിക? പഞ്ചായത്ത് രാജും തദ്ദേശ സ്വയംഭരണവും ആ കണ്ടൻ്റല്ലേ വരിക. അവിടെയൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം പോവാൻ നമ്മൾക്ക്. നെക്സ്റ്റ്, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് ആൻസർ ഇവയൊന്നുമല്ല. ഇതെല്ലാം വരും അല്ലേ. തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ് വരുന്നത് അല്ലേ. കുടുംബശ്രീ, ഇൻഫർമേഷൻ കേരള മിഷന്, കില, ശുചിത്വ മിഷൻ. കില എന്ന് പറയുമ്പോൾ ഇവിടെ വരിക നമ്മുടെ ഇവർക്കൊക്കെ പ്രാക്ടീസ് കൊടുക്കുന്ന സ്ഥലം അല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർക്ക് പ്രാക്ടീസ് കൊടുക്കുന്ന സ്ഥലം കില, തൃശ്ശൂർ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLA-യുടെയാണ്? നിയോജക മണ്ഡലം ഏത് MLA-യുടേത് ആണ് തെറ്റായി സൂചിപ്പിച്ചേക്കുന്ന? ആൻസർ നമുക്ക് അത് പറയാം. വീണ ജോർജ്, തൃത്താല അല്ലേ, അതാണ് തെറ്റ്. MP രാജേഷ് കളമശ്ശേരി, P രാജീവ് ബേപ്പൂരാണ്, മുഹമ്മദ് റഷീദ് ആറന്മുള അല്ലേ. ഓക്കെ, അതിലെനിക്ക് കൺഫ്യൂഷനായിപ്പോയി. എല്ലാം തെറ്റാണ്. മുഹമ്മദ് റഷീദ് വായിച്ചപ്പോൾ ആറന്മുള തെറ്റ് ഇത് തോന്നില്ലേ. വീണ ജോർജാണ് ഇവിടെ ആറന്മുള. ഓക്കെ, അപ്പോൾ എല്ലാം തെറ്റാണ് ഇവിടുത്തെ സംഭവം, എല്ലാം തെറ്റാണ്. നമ്മുടെ ആൻസർ എല്ലാം തെറ്റല്ലേ. ഇവിടെ വരുമ്പോൾ വീണ ജോർജ് ആറന്മുളയല്ലേ, അതറിയാത്ത ആരുമില്ലല്ലോ. ബാക്കി അപ്പോൾ തന്നെ നമുക്ക് എന്തറിയാം, നോക്കാം. നെക്സ്റ്റ്, നാരീശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം എന്നാണ്? നാരീശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏതാണ്? ദിനം ഏതാണ്? ദിനം എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ 23 സെപ്റ്റംബർ 20 സെപ്റ്റംബർ ലോക്സഭ പാസ്സാക്കിയ ദിനമാണ് ചോദിച്ചേക്കുന്നത്. ലോക്സഭ പാസ്സാക്കിയ ദിനമാണത് സെപ്റ്റംബർ 20. ഓക്കെ, ലോക്സഭ പാസ്സാക്കിയ ദിനമാണ് സെപ്റ്റംബർ 20. അതും കൂടി ശ്രദ്ധിച്ചു വായിക്കണം. നെക്സ്റ്റ്, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. 1ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2ാം വായന കമ്മിറ്റി ഘട്ടം അല്ലേ. അത് നോക്കാം എങ്ങനെയാണിത്. 1ാം വായന ആദ്യം, ദെൻ 2ാം വായന, പിന്നീട് കമ്മിറ്റി ഘട്ടമാവുന്നു, അത് റിപ്പോർട്ടിംഗ് ഘട്ടമാവുന്നു, പിന്നീടാണ് ലാസ്റ്റിലാണ് 3ാം വായന വരിക. 1ഉം 2ഉം വന്നു അല്ലേ, 1ഉം 2ഉം വരുന്നു, 1ഉം 2ഉം ദെൻ കമ്മിറ്റി കൂടുന്നു, 1ഉം 2ഉം കഴിഞ്ഞിട്ട് കമ്മിറ്റി കൂടുന്നു, ദെൻ റിപ്പോർട്ട് വയ്ക്കുന്നു, പിന്നെ 3ാമത്തത് വായിക്കുന്നു. 1ഉം 2ഉം കഴിഞ്ഞു, ദെൻ കമ്മിറ്റി വയ്ക്കുന്നു, പിന്നെ അതിൻ്റെ റിപ്പോർട്ട് വായിക്കുന്നു, അത് 3ാമത്തെ പ്രാവശ്യം വായിക്കുന്നു.
തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണ് അല്ലേ? ഹെബിയസ് കോർപ്പസും ഒക്കെ വന്നേക്കുന്നത്. ശരിയായ ജോഡി ഏതാണ്? എയും സിയും ഡിയും. ഓപ്ഷൻ ബി ശരിയാണ് കേട്ടോ. ഹെബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക ശരിയാണ്. പിന്നെന്താണ്? മാൻഡ്രമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവാറൻറ്റോ എന്ത് അധികാരത്തിൽ അധികാരത്തിനെ ചോദ്യം ചെയ്യുന്നതാണ് കോവാറൻറ്റോ. അത് 4 പഠിച്ചു വെച്ചേക്കണം. 4DS എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏതാണ്? അപര്യാപ്തത രോഗം ഏതാണ്? പെല്ലാഗ്ര. 4Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാകുന്ന അപര്യാപ്ത രോഗം ഏതാണ്? പെല്ലാഗ്ര. പെല്ലാഗ്ര ഏതിൻ്റെ അഭാവത്തിൽ വരുന്ന ഏതായിരുന്നു? B3 നിയാസിൻ അല്ലേ? B3 നിയാസിൻ. നാക്കിലിങ്ങനെ ബ്ലാക്ക് കാണുന്ന. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ എന്താണ്? ആൻസർ AB രക്തഗ്രൂപ്പ് സ്വാർവിക സ്വീകർത്താവ്. കാരണം എന്താണ്? ആൻസർ പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല അല്ലേ? പ്ലാസ്മയിൽ ആൻറ്റിബോഡി എയും ബിയും ഇല്ല. അപ്പോൾ അവർക്ക് ആൻറ്റിജൻ അല്ലേ? ആൻറ്റിബോഡി എയും ബിയും അവർക്കില്ല. പക്ഷേ അവർക്ക് ആണ് ഉത്തരം നമ്മുടെ. ഓക്കെ, അവർക്ക് എന്തില്ല? പക്ഷേ എയും ബിയും ആൻറ്റിജൻ ഇല്ല. ഏത് ഗ്രൂപ്പാണോ അതിൻ്റെ ആൻറ്റിജൻ വെച്ചിട്ടാണ് പറയുക. എ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ എ ഉണ്ട്, ബി എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ ബി ഉണ്ട്, എ ബി എന്ന് പറയുമ്പോൾ ആൻറ്റിജൻ എയും ബിയും ഉണ്ട് അല്ലേ? ഈ ആൻറ്റിജന് ഓപ്പോസിറ്റുള്ള കാണുന്ന എന്ത്? ആൻറ്റിബോഡീസ് എന്ന് പറയും. അതിനെതിരെ പ്രവർത്തിക്കുന്നതിനാണ് ആൻറ്റിബോഡീസ്. അപ്പോൾ എ ഗ്രൂപ്പിൻ്റെ ആൻറ്റിബോഡി ബി ആണ്, ബി എടുത്ത് എയും ആണ്. ഓക്കെ, അപ്പോൾ ഒ ഗ്രൂപ്പില്ലേ സാർവ്വ ദാതാവെന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? ആൻറ്റിജനുകൾ ഇല്ല. ആൻറ്റിബോഡി പക്ഷേ എയും ബിയും ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ്, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? നമ്മുടെ മറ്റേ LDCക്ക് സന്ധികളെക്കുറിച്ച് കൂടുതൽ ചോദിച്ചിട്ടുണ്ട് അല്ലേ? സന്ധികളെക്കുറിച്ച്. ശരീരപേശികൾ സന്ധിയും പേശികളും ഒക്കെ അടുത്ത കണക്റ്റിംഗ് ഫാക്ട്സ് വരുന്നതാണ്. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഇവിടെ നെക്സ്റ്റ് ആൻറ്റിബോഡി എയും ബിയും ബ്ലഡിൻ്റെ കാര്യങ്ങൾ, ബ്ലഡുമായി ചേർന്നിട്ട് വരുന്ന കാര്യങ്ങൾ. അവിടെ നമ്മളെന്താണ്? ഫൈബ്രിനോജൻ, അതിൻ്റെ ബ്ലഡ് ക്ലോട്ടിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതുക്കൾ ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ പൊട്ടാസ്യം. പേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? പൊട്ടാസ്യമാണ്. നമ്മളവിടെ വേർതിരിക്കുക അല്ലേ? എല്ലും പല്ലും ഒക്കെ തിരിച്ച് വയ്ക്കാം, പക്ഷെ അതല്ല. പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു. മനുഷ്യർ, അതായത് പെട്ടെന്ന് ആക്റ്റീവ് ആകാൻ, അതാണ് മനുഷ്യരീരത്തിലെ 24 മണിക്കൂർ ദിനത്താളക്രമം 24 മണിക്കൂർ ദിനത്താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ, ബയോളജിക്കൽ ക്ലോക്ക് താളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ്? അല്ലേ? ഏത് ഹോർമോണാണ് നിയന്ത്രിക്കുക? ഏത് ഹോർമോണാണ് വരുന്നത്? ആൻസർ മെലാട്ടോണിൻ അല്ലേ? മെലാട്ടോണിനാണ് നമ്മുടെ 24 മണിക്കൂർ ദിനതാളക്രമം, രാത്രിയും പകലും വേർതിരിച്ചറിയാൻ കഴിയുന്നതും അല്ലേ? ആ താളക്രമം നിയന്ത്രിക്കുന്ന ആരാണ്? മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ അല്ലേ? ഇവിടെ നമുക്ക് തൈറോക്സിൻ എന്ന് പറയുന്നു, തൊണ്ടയ്ക്ക് കാണപ്പെടുന്ന തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ തൈറോക്സിൻ എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ, എമർജൻസി ഹോർമോൺ അഡ്രിനാലിൻ. തൈമോസിൻ എന്ന് പറയുമ്പോൾ എന്താണത്? യുവത്വ ഹോർമോണാണ് തൈമോസിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. അപ്പോൾ അക്രമങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? അല്ലേ? പദ്ധതി ഒരെണ്ണം വന്നു. അക്രമങ്ങളും അപകടങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? ആൻസർ പരിരക്ഷയാണ്. എന്താണത്? പരിരക്ഷ. ഭിന്നശേഷിക്ക് കൊടുക്കുന്ന അവാർഡ് ഇത് കേരള സർക്കാർ പദ്ധതി എന്താണ്? പരിരക്ഷയാണ് കൊടുക്കുക. ഓക്കെ, 1987 വായു ഭേദഗതി നിയമത്തിൽ മലിനീകരണം തടയലും നിയന്ത്രണവും ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എന്തിനെയാണ്? 87 വായു ഭേദഗതി നിയമത്തിലാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ദോഷകരമായ വസ്തു? ഏതാണ്? നമ്മുടെ ആൻസർ എന്താണ്? ശബ്ദമായിരുന്നു. അന്ന് വായു മലിനീകരണം തടയലും നിയന്ത്രണവും ശബ്ദമാണ് അവിടുത്തെ ആൻസർ. നെക്സ്റ്റ് നോക്കാം. ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ എന്ത് സംഭവിക്കുന്നു എന്നാണ് ആൻസർ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. തിരശ്ചീന പ്രവേഗവും
ലംബീയ പ്രവേഗവും തുല്യമാണ്. നന്നായി ലംബദിശയിൽ നന്നായി പിടിച്ചെങ്കിൽ മാത്രമേ ലംബമായി പിടിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ ഉയരത്തിൽ കൂടുതൽ സ്പീഡിൽ അത് പോവുകയുള്ളൂ. നെക്സ്റ്റ് വി ഇ എന്നത് ഭൂമിയുടെ പലായന പ്രവേഗത്തെയും വി ഒ എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗതയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വി ഇ ഈക്വൽ ടു √2 വി ഒ അല്ലേ? ഒരു കോൺവെക്സ് ദർപ്പണത്തിൻ്റെ വക്രതാ ആരം 24 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി 12 സെൻറ്റിമീറ്റർ. വക്രതാ ആരം 24 ആണെങ്കിൽ അതിൻ്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3യുടെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണ്? ആൻസർ എല്ലാം മുകളിൽ പറഞ്ഞവയെല്ലാം. ഏതൊക്കെ നമുക്ക് നോക്കിയേക്കാം അല്ലേ? ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. നമ്മൾ ഇതിൽ നിന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് അധികം കാര്യങ്ങൾ കൂടി മനസ്സിലാവാറുണ്ട് അല്ലേ? കറണ്ട് അഫെയർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ റോവറിന് ഉത്തരം ചോദ്യം വരുന്നൊരു ക്വസ്റ്റ്യൻസ് LGSന് ചോദിച്ചിട്ടുണ്ട്. LGS മെയിൻസിൽ ഈ വർഷം തന്നെ. അപ്പോൾ ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? നമുക്ക് എവിടെ നിന്നാണെന്നുള്ളൊരു ഊഹം കിട്ടും അല്ലേ? പഠിക്കാത്ത നമുക്ക് ആ കണ്ടൻറ്റ് അവിടെ പോയി നോക്കി പഠിക്കാനും പറ്റും. നെക്സ്റ്റ് വൺ, ഇത് സിലബസ് മുഴുവൻ കവർ ചെയ്ത് പോവുകയും വേണം. ഓക്കെ, താഴെ കൊടുത്തിട്ടുള്ള വാചകങ്ങളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ് ശരിയായവ? ആൻസർ 1, 2 നോക്കാം. ശരിയാണ്. ഏറ്റവും കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലാണ് കാണപ്പെടുന്നത്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ് ഗ്ലാസ്. ആൻസർ ഓപ്ഷൻ ബി തന്നെയാണ്. 1 and 2 ആണ് ശരിയായ വാചകങ്ങൾ. കാഠിന്യം കൂടിയ മൂലകം ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പ് 6ലുണ്ട്. ഗ്ലാസ് ഒരു ഒഴുകാൻ കഴിവുള്ള പദാർത്ഥമാണ്. നെക്സ്റ്റ് വൺ, അപ്പം ഉണ്ടാക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സാന്നിധ്യം മൂലം ഉയർന്ന ഊഷ്മാവിൽ അപ്പം വീർക്കുന്നു. ഇത് ഏത് വാതക നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ആൻസർ ചാൾസ് നിയമം. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രാഭാരം 108 ആണെങ്കിൽ ആ പദാർത്ഥത്തിൻ്റെ 6.022 × 10⁻23 തന്മാത്രയുടെ പിണ്ഡം എത്രയാണ്? ഭാരം എത്രയാണ്? പിണ്ഡം എത്രയായിരിക്കും? തന്മാത്രാഭാരം 108 ആണെങ്കിൽ അത് തന്മാത്രയുടെ ഭാരം എത്രയെന്ന് പിണ്ഡം എത്രയെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? ആൻസർ ഓപ്ഷൻ എ 108 ഗ്രാം. അടുത്തത്, അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷം? അന്താരാഷ്ട്ര ആവർത്തന പട്ടിക വർഷമായി ആചരിച്ചത് ഏത് വർഷമാണ്? ആൻസർ 2019 അല്ലേ? 2019. അടുത്തത്, തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരു. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ. കാലാഹിരൺ എന്നറിയപ്പെടുന്ന മലയാളി ഫുട്ബോളർ ആരാണ്? IM വിജയൻ. കാലാഹിരൺ IM വിജയൻ. ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ നടൻ ആരാണത്? സലീം കുമാറാണ്. ആദാമിൻ്റെ മകൻ അബു ആണ് സലീം കുമാർ. നജീബ് ഏത് പ്രധാന കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ആടുജീവിതം അല്ലേ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാൻഡ് അംബാസഡറായി നിയമിതനായ ക്രിക്കറ്റർ ആരാണ്? MS ധോണി. ആരാണത്? MS ധോണിയാണ്. MS ധോണി. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഇതിലേതാണ്? ഏത് ഘടകമാണത്? ജലമാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ ശരി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിൻ്റ് വളരെ കുറഞ്ഞതാവുന്നു.
അടുത്തത്, ഒരു യൂണിറ്റ് മാസമുള്ള ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് 1°C ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ അറിയപ്പെടുന്നില്ലേ? അത് പറഞ്ഞു വരുമ്പോഴേ എൻ്റെ ആൻസർ ഇങ്ങോട്ട് വായി വരികയല്ലേ ചെയ്യുന്നത്. ആൻസർ എന്താണ്? വിശിഷ്ട താപധാരിത അല്ലേ? അങ്ങനെയല്ലേ? നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ധനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അഗ്നിശമനം നടത്തുന്ന രീതി ഏതാണ്? ആൻസർ എന്താണത്? 84ൻ്റെത് എ ആണ്, സ്റ്റാർവേഷൻ. ഇത് പോലീസിൻ്റെ ഒരു ഒരു സെക്ഷൻ ഉണ്ടല്ലോ, അതിൻ്റെ സിലബസിൽ വരുന്ന കണ്ടൻറ്റും കൂടിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധമാണ്? ഇത് കോമൺ ക്വസ്റ്റ്യൻ അല്ലേ? ഏത് വിധമാണത്? വികിരണം. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ MSDSൻ്റെ പൂർണ്ണരൂപം ഏതാണ്? MSDSൻ്റെ പൂർണ്ണരൂപം ഏതാണ്? MSDS ഏതാണ്? ഏതാണത്? ഓപ്ഷൻ സി ആണ്, മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റ്. നമുക്ക് LDCക്കും കമ്പ്യൂട്ടറുണ്ട്. മെറ്റീരിയൽ സേഫ്റ്റി ഡേറ്റ ഷീറ്റാണ് MSDS. നെക്സ്റ്റ്, പോർട്ടബിൾ ഫയർ എക്സ്റ്റിങ്ക്വിഷറുമായി ബന്ധപ്പെട്ട പാസിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? പാസിൻ്റെ പൂർണ്ണരൂപം ഏതാണ്? പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പ്. പുൾ എയിം സ്ക്വീസ് ആൻഡ് സ്വീപ്പാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ പെട്രോൾ ഉണ്ടാകുന്ന തീപിടുത്തം കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും ഉചിതമായ എക്സ്റ്റിങ്ക്വിഷനിങ് മീഡിയം എന്താണ്? അല്ലേ? എക്സ്റ്റിങ്ക്വിഷനിങ് മീഡിയം എന്താണ്? ഓപ്ഷൻ ബി ആണ്, പദം. നെക്സ്റ്റ് വൺ, ഗാർഹിക പാചക വാതക സിലിണ്ടറിൽ LPG ലീക്കായാൽ അത് ഗന്ധം കൊണ്ട് തിരിച്ചറിയുന്നത് LPGയോടൊപ്പം ചേർക്കുന്ന രാസപദാർത്ഥം ഏതാണ്? അല്ലേ? ഏതാണത്? ഈഥെയിൽ മെർക്യാപ്റ്റൻ അല്ലേ? ഈഥെയിൽ മെർക്യാപ്റ്റൻ, ഇഥിയോൾ. ഈഥെയിൽ മെർക്യാപ്റ്റൻ വിഭാഗത്തിന് അതും കൂടി ഉള്ളതുകൊണ്ട് അതങ്ങ് എഴുതാൻ പറ്റും. താഴെ കൊടുത്തിട്ടിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡ് ബന്ധപ്പെട്ട CPRൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏതാണ്? ശരിയായ പൂർണ്ണരൂപം ഏതാണ്? കാർഡിയോ പൾമണറി റെസ്ക്യൂസൈറ്റേഷൻ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ CPR നൽകുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? CPR അല്ലേ? പോലീസിൻ്റെ ആ സെക്ഷൻസ് ആയതുകൊണ്ടാണ് CPR ഒക്കെ വരുന്നത്. അപ്പോൾ നോക്കാം. ആൻസർ, ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കാൻ നമുക്ക് എന്ത് കൊടുക്കണം? CPR കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത് എന്താണ്? അസ്ഥിയുടെ ഒരു ഭാഗം ഒടിയുകയും മറ്റേ ഭാഗം വളഞ്ഞിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ത്? ഗ്രീൻ സ്റ്റിക്ക് ഫ്രാക്ചർ എന്ന് പറയുക അല്ലേ? നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു വ്യക്തി ചോക്കിംഗ് ലക്ഷണമായി പ്രകടിപ്പിക്കാൻ സാധ്യതയില്ലാത്ത കാര്യം എന്താണ്? ഇല്ലാത്ത കാര്യം എന്താണ്? കൈകാലുകളിൽ നീർക്കെട്ട് പ്രകടമാകുക എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ്? ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ എന്താ വരിക? ശരീരത്തിൽ പൊള്ളൽ ഏറ്റാൽ ആ കുമിളകൾ അടിയിൽ പൊട്ടിച്ച് കളയണം. ശരിയല്ല പ്രസ്താവന, നമുക്കറിയാം ബാക്കി. ഹൃദയത്തിൻ്റെ സാധാരണ ചലനക്രമം വീണ്ടെടുക്കുന്നതിന് സഹായകമായ ഒരു ഉപകരണമാണ് AED. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഇതിൻ്റെ ശരിയായ പൂർണ്ണരൂപം ഏതാണ്? ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്നാണ് AED എന്നുള്ളതിൻ്റെ പൂർണ്ണരൂപം. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ എപ്പിഗ്ലോട്ടിസിൻ്റെ ധർമ്മം എന്താണ്? എപ്പിഗ്ലോട്ടിസ് ധർമ്മം എന്താണ്? ആൻസർ, ഭക്ഷണവും വെള്ളവും ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്ന തടയുന്നില്ലേ? ഗ്ലോട്ടിസിൻ്റെ മുകളിലുള്ള ക്ലോമപിധാനം അല്ലേ, ഒരു പാട പോലെ നേർത്ത ആവരണമാണെന്ത്? എപ്പിഗ്ലോട്ടിസ് അല്ലേ? ഭക്ഷണം കഴിക്കുമ്പോൾ അത് അടയും അല്ലേ, മൂക്കിലേക്ക് കയറി പോവില്ല. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പാമ്പ് കടിയേറ്റതിന് ലക്ഷണങ്ങൾ ഏതെല്ലാം? ലക്ഷണങ്ങൾ ഏതെല്ലാം? ഏതൊക്കെയായിരിക്കും? ആൻസർ എന്താണ്? ആൻസർ നമുക്ക് എല്ലാം. പാമ്പിൻ്റെ പല്ലുകൾ ഇറങ്ങിയതിൻ്റെ പാട് കാണാം. കടിയേറ്റ ഭാഗത്ത് ഭയങ്കര വേദന കാണാം. കടിയേറ്റ ഭാഗത്തിന് ചുറ്റും നീർക്കെട്ടും ചുവപ്പ് നിറവുമുണ്ട്. മനംപുരട്ടിലും ഛർദിയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. പാമ്പ് കടിയേറ്റാണെന്ന് അനുമാനിക്കാം. മുറിവിൽ നിന്ന് രക്തം ശക്തിയായി പുറത്തേക്ക് തെറിക്കുകയും അതിന് കടും ചുവപ്പ് നിറമാണെങ്കിൽ ഏതൊരു രക്തസ്രാവം സൂചിപ്പിക്കുന്നു? ഏതാണത്? കടും ചുവപ്പ് നിറമാണെങ്കിൽ ധമനികൾ മുറിഞ്ഞുള്ള രക്തസ്രാവം എന്നാണ് സൂചിപ്പിക്കുക അല്ലേ? നെക്സ്റ്റ് വൺ, മനു തൻ്റെ കമ്പ്യൂട്ടറിൽ പൂർത്തീകരിച്ചു വെച്ച നിർണായകമായ ഒരു ഔദ്യോഗിക റിപ്പോർട്ട് മനുവിൻ്റെ അനുമതിയില്ലാതെ കണ്ടെത്തുവാനും നശിപ്പിക്കുവാനും വേണ്ടി മനുവിൻ്റെ സഹപ്രവർത്തകർ വീണ്ടും ശ്രമിക്കുന്നു. ഇതിന് ആവശ്യമായ
സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തത് മറ്റൊരു സഹപ്രവർത്തന വരുണാണ്. മനു വിനുവിൻ്റെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചു വെച്ച ഔദ്യോഗിക റിപ്പോർട്ട് വൈറസ് കളർത്ത് നശിപ്പിച്ചു. ഇവിടെ വിനുവും വരുണും ചെയ്ത കുറ്റം എന്താണ്? എന്ത് കുറ്റം ചെയ്തു അവർ? കമ്പ്യൂട്ടർ, സിസ്റ്റം മുതലായവയ്ക്ക് നാശനഷ്ടം വരുത്തി വെച്ചു അല്ലേ? തീവ്രവാദമൊന്നും വരുന്നില്ല, നാശനഷ്ടം വരുത്തി വെച്ചു. നെക്സ്റ്റ് ഒരെണ്ണം കൂടി. ബാങ്ക് ഉദ്യോഗസ്ഥ എന്ന വ്യാജേന മുതിർന്ന പൗരനെ വിളിച്ച് ബാങ്ക് അക്കൗണ്ട് വിശദാംശങ്ങളും സ്വകാര്യ വിവരങ്ങളും ഫോൺ മുഖേനയും ഇമെയിൽ മുഖേനയും ഉയർത്തിയെടുത്ത ശേഷം മുതിർന്ന പൗരൻ്റെ അക്കൗണ്ടിൽ നിന്നും 71,000 രൂപ ഡെബിറ്റ് ചെയ്യപ്പെട്ടു. ഇവിടെ നടന്ന കുറ്റകൃത്യം എന്തായിരുന്നു? ഏതാണ്? തിരിച്ചറിയൽ രേഖ മോഷണം അഥവാ ഐഡൻറ്റിറ്റി തെഫ്റ്റ് എന്ന് പറയും. ഐഡൻറ്റിറ്റി തെഫ്റ്റാണ് ഇവിടെ ചെയ്തേക്കുന്ന കുറ്റം അല്ലേ? ഇപ്പോൾ ലാസ്റ്റ് വരെ ആരും ഇത് കാണുമ്പോഴത്തേക്കിന് ബാക്കിയുള്ളവരൊക്കെ ഓടിപ്പോകും അല്ലേ? ഈ പ്രസൻറ്റ് ഓഫീസറിൻ്റെ അല്ലെങ്കിൽ പോലീസിങ്ങിൻ്റെ ആ ഒരു മാത്രം ആരും കാണില്ല. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് മീ. ഓക്കെ, ഷെയർ ചെയ്യുക. താങ്ക് യു.